നമുക്കെല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? അതായത് ചിലവർക്ക് പുതിയൊരു വീട് വേണമെന്നായിരിക്കും. ചിലവർക്ക് കുറച്ചും കൂടെ പണം ഉണ്ടാക്കണമെന്നായിരിക്കും. ചിലർക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ജോബിലോട്ട് പോകണമെന്നായിരിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമ്മളുടെ ചില ആഗ്രഹങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ. ചിലത് നടക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ നമ്മൾ ലൈഫിൽ കണ്ടുവരുന്നുണ്ട്. ഹ്യൂമാക്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള പ്രോബബിലിറ്റി കൂട്ടാൻ സാധിക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് കിട്ടി. So welcome to another episode of Gems from Humax 2024. നമ്മുടെ ഫൈസിന്റെ ഉപ്പുപ്പാന്റെ സുലൈമാനിക്ക് ഒരു പ്രത്യേകതയില്ലേ? അതിൽ കുറച്ച് മൊഹബത്തും കൂടെ ഇട്ടിട്ടാണ് അദ്ദേഹം ആ സുലൈമാനി ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സീഡ്സ് പോലെയാണ്. നമ്മൾ ഈ സീഡ്സ് നടുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം. അത് മറ്റൊന്നുമല്ല, ഫീൽ ചെയ്യലാണ്. ഖുറാനിലൊരു ഭാഗത്ത് കണ്ണുകളും കാതുകളും ഹൃദയവും തന്നു എന്നുള്ളൊരു മെൻഷനിങ് നമുക്ക് കാണാം. ശരിക്കും ഈ ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് ആണ് ഫീലിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചു തരുന്നത് നമ്മൾ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തോട്ട് ഹ്യൂമാക്സിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഓഡിറ്റ് നടത്തി. സർപ്രൈസിംഗ്ലി എവറിത്തിങ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സെൻസ് ഫ്രം ദാറ്റ് പോയിന്റ്. നമ്മൾ ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളിലോട്ടും അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ ആക്ഷൻ ടേക്കേഴ്സും കൂടെ ആയിരിക്കണം. നമ്മളൊരു ബെറ്റർ ജോബാണ് നോക്കുന്നെങ്കിൽ സ്റ്റാർട്ട് പ്രിപ്പയറിങ് യുവർ റെസ്യൂമേ, സ്റ്റാർട്ട് അപ്ലൈയിങ്. ഈ ഹ്യൂമാക്സുമായിട്ട് കണക്ട് ആയിട്ട് ആക്ച്വലി നമ്മൾ കുറേയധികം വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഇനീഷ്യലി ക്രിയേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാനുള്ള ഗ്രൂപ്പിലെ ക്യാപ്റ്റനാണ് മിസ്റ്റർ നൈഫ് ആക്ച്വലി ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഹായ് നൈഫ് എപ്പോഴും പറയും, ബ്രോ ഈ സ്വർഗം എന്നൊക്കെ പറയുന്നില്ലേ, നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. സോ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു ബ്രേക്ക് കിട്ടുമ്പം നമ്മൾ ഒന്ന് ഒറ്റയ്ക്കൊരു സൈലൻറ്റ് സ്പേസിൽ പോയിരുന്നിട്ട് ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ടേ ആ സ്വർഗത്തിലെ കൂടെ നടക്കുന്നതൊക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്യണം. അതൊരു വേറെ ലെവൽ വൈബാണ് ബ്രോ എന്നൊക്കെ എപ്പോഴും നൈഫ് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ആക്ച്വലി കൂടുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നത് കൂടെയും നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആവുന്നത് കൂടെയും. പക്ഷേ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ എലമെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ആഗ്രഹങ്ങളും നമ്മുടെ ഫീലിങ്സും ഒക്കെ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈസ് അലൈനിങ് വിത്ത് ദ വിസ്ഡം ഓഫ് ദ ക്രിയേറ്റർ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമ്മളുടെ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ ലുലു മാളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴി കൂടെ അല്ലാതെ ഞാൻ എനിക്കിഷ്ടമുള്ള വഴി കൂടെ പോകാമെന്ന് വിചാരിക്കുക. നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള പ്രോബിലിറ്റി വളരെ കുറവല്ലേ? ഇതുപോലെ ഇരിക്കും. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ആക്ഷൻ ടേക്കേഴ്സാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അലൈനിങ് വിത്ത് വാട്ട് ദൈവം പറഞ്ഞത് എന്നുള്ളൊരു സിനാരിയോയിൽ ഇത് വർക്കാവില്ല. ഇന്ന് മുതൽ നമുക്ക് ലൈഫിൽ 4 കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ണൊന്ന് അടച്ചിട്ട് നമ്മളുടെ ആ ഗോളൊന്ന് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ദൈവത്തിനോടൊന്ന് പറയണം, ദൈവമേ, ഇഫ് ദിസ് ഈസ് ബെസ്റ്റ് ഫോർ മീ, മേക്ക് ഇറ്റ് ഈസി ഫോർ മീ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇഫ് ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എങ്കിൽ പ്ലീസ് മേക്ക് ഇറ്റ് ഈസി ഫോർ മീ. നമ്പർ 2, നമുക്ക് ഈ നമ്മുടെ റോബോട്ടിക് ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്കൊന്ന് ഇമോഷൻസ് വെച്ച് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം. ദൈവത്തിന് ആക്ച്വലി വൾണറബിൾ ആവുന്ന ഇഷ്ടമാണ്. നമുക്ക് ജസ്റ്റ് ബി വൾണറബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. 3, ഡ്രസ് ഫോർ ദ ജോബ് യു വാണ്ട്. ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബിഹേവ് ലൈക്ക് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് റൂം. ജസ്റ്റ് ലിവ് യുവർ ദുആ. അതായത് നമ്മുടെ പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥന പോലെ നമ്മൾ ജീവിക്കണം. ആൻഡ് നമ്പർ 4, എല്ലാ ദിവസവും ഒരു മൂന്ന് കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. നമ്മൾ ഈ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറുതായിക്കോട്ടെ, പക്ഷേ ഓൺ ദ ഫ്ലൈ വി സ്റ്റാർട്ടഡ് സീയിങ് ദ ഫിംഗർ പ്രിന്റ് ഓഫ് ഗോഡ് ഇൻ ഈച്ച് ആൻഡ് എവറിത്തിങ്. നമ്മളുടെ ആഗ്രഹങ്ങളും സോളും ഒക്കെ ദൈവത്തിൻ്റെ ആ ഒരു വില്ലുമായി നമ്മൾ അലൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മിറാക്കിൾസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ എന്നല്ല പറയേണ്ടത്, ഇറ്റ് ഈസ് പ്രോമിസ്ഡ്. Thank you so much. May peace and blessings be upon you.